അവൻ വിളിച്ച് കയറ്റി കിടത്തിയ ഇവന്റെ വീട്ടില് എന്റെ വീടാണ് പിന്നീട് കണ്ണോട് കെട്ടിപ്പിടിച്ചിട്ട് അടിച്ച് ശല്യം ചെയ്താണ്. അപ്പൊ ആ കേസിന്റെ നോക്കാം. അതോ രാത്രി ഒരു 11 മണി കഴിഞ്ഞപ്പോ സമയം കൃത്യം അല്ല 11 കഴിഞ്ഞാണ്. ഒരു വണ്ടി ഒന്നും സൗണ്ട് കേട്ടിട്ട് ഞാൻ എന്റെ കിടന്നുറങ്ങിയായിരുന്നു. അപ്പൊ വീടിന്റെ പഠിക്കുന്ന വണ്ടി ഒന്നും ആയിട്ട് അപ്പൊ ഞാൻ ഇറങ്ങിയും വരിക അല്ലെങ്കിൽ രഘുവിനേശ് നടക്കുന്നൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ചായി കഴിഞ്ഞപ്പോ ഇവന്ന് കരച്ചിട്ട് ഞാൻ പുറത്തിറങ്ങുന്നത്. അപ്പൊ ഇവൻ ഇവിടെ ഇറങ്ങിറങ്ങുന്നത് അവിടെ തെല്ലിന്ന് പറഞ്ഞു. ഞാൻ അവനെ പിടിച്ചു വെച്ച് മറ്റേ അതി കൊണ്ട് 2 പ്രാവശ്യം കുറച്ച് വെള്ളം വലിച്ചു പിടിച്ച് അവിടെ കിടന്നു. മറ്റേ അതിനകത്ത് മുറി കൊണ്ട് കിടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ തീരെ വശക്കാറായിരുന്നു. ചോറ് ചോറ് കണ്ടോ എനിക്ക് തിന്നാൻ പറ്റാന്ന് പറഞ്ഞു. കഴിഞ്ഞുള്ളി തീരെ വയ്യ. അപ്പൊ ആശുപത്രി വന്നു. ഞാൻ എൻ്റെ ചേട്ടനെ വിളിക്കാൻ പറഞ്ഞു. എൻ്റെ ചേട്ടനെ ഞാൻ വിളിച്ചു. ചേട്ടനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വരാൻ പറ്റിയില്ല. എന്താ കാരണം അതിന് പിന്നെ അമ്മേനെ വിളിച്ചത്. അമ്മ പറഞ്ഞു ഒരു ഓട്ടോ വിളിച്ചാൽ വരാം. അപ്പൊ അമ്മേൻ്റെ കൂടെ ആശുപത്രി ഒന്നോട് നോക്കും. ബാക്കി കുറച്ചിട്ടില്ല. അപ്പൊ പറഞ്ഞു ഇപ്പം അമ്മേനെ വീട്ടിൽ ഈ നേരമായില്ലേ ഞാൻ കിടന്നോളാം. രാവിലെ നേരം എടുത്ത് നീ ഇങ്ങനെ അരിച്ചുകൊണ്ടായിരുന്നു. നേരം എടുത്ത് രാവിലെ ചായ കൊടുക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ വിളിച്ചിരുന്നു. പറഞ്ഞിട്ട് വെച്ച് ഇവൻ 2.5 സ്പിരിറ്റോ മറ്റേ ചാരായോ എന്താണെന്നറിയില്ല. മറ്റേ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് അടിച്ചു മാറ്റി കൊണ്ടുപോയി ഇവര് 5-6 ആൾക്കാർ കൂടി മാറ്റി വെച്ചെന്നോ അങ്ങനെയൊക്കെ പറയുന്നു. അതിന്റെ വരാൻ കൊണ്ട് വരാൻ ചെയ്താണെന്ന് പറഞ്ഞത്. ഇവിടെ ഇത് പറഞ്ഞ നോക്കുമ്പോ പേര് സതീഷ് എടുത്തിന്റെ പേരെന്ന് പറഞ്ഞു. പിന്നെ ഞാനിപ്പോ അവന്റെ ചേർന്ന് വിളിച്ച സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം അറിയാൻ പറ്റില്ല. അതിന്റെ 5-10 മുമ്പായിരിക്കും. അവന് മൊബൈൽ നോക്കിയാൽ അറിയുന്നത് നേരെ വെളുപ്പിലായിരിക്കും. ഇവന് ഇന്നലെ ഇവൻ 2 ദിവസമായിട്ട് ഇവിടെ പഠിച്ചിട്ട് ഒളിയിലൊക്കെ പോയി കിടക്കാറുണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല. ചോറൊന്നും പറ്റിയൊന്നും കഴിച്ചിട്ടുള്ളത് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു ചായ വരികയല്ലേ. അപ്പൊ ചായ വെച്ച് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയപ്പോഴൊന്നും കണ്ടേ. ഇന്ന് രാവിലെയാണ് അതിരാവിലെ ഒരു 5:30യോടുകൂടിയാണ് എന്നെ വിളിക്കണത്. ഇവിടുന്ന് ഒരു അപകടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം വന്ന് കണ്ടപ്പോഴാണ് രഘു എന്നുള്ള ആളെ മനസ്സിലായത്. ഈ രഘുവുമായി ബന്ധപ്പെട്ട മരണം വളരെ ദുരൂഹത നിറഞ്ഞ ഒരു മരണമാണ്. കാരണം ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഈ മുട്ട സതീഷ് എന്ന് പറഞ്ഞ ആളുകളുടെ സംഘം ഇവിടെ ഈ വീട്ടിൽ സുജിത്ത് എന്ന് പറഞ്ഞ ആളുടെ മുന്നൂർപ്പള്ളിയിലുള്ള വീട്ടിൽ മർദ്ദിച്ച് അവശനായി കൊണ്ടിടുകയുണ്ടായത്. അതിനുശേഷമാണ് രാവിലെ മരണം അറിഞ്ഞത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമുള്ള ദുരൂഹതയുള്ളത് സ്പിരിറ്റുമായി ബന്ധപ്പെട്ടൊരു മോഷണവും അതിൻ്റെ തുടർന്ന് ഇപ്പോൾ 3-4 ചെറുപ്പക്കാരെ ഇപ്പോൾ പാലിശ്ശേരിയിൽ തന്നെയുള്ള ജിതേഷ്, അതുപോലെ തന്നെ രഞ്ജിത്ത്, അതുപോലെ കാരമറ്റത്തുള്ള ശരത്ത്, ഇത്രയും പേരെ ക്രൂരമായി കൊണ്ടുപോയി ഒരു ഷെഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ രഘുവിനെയും മർദ്ദിക്കേണ്ടായതുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഒരു കൊലപാതകത്തിൽ എത്തി നിൽക്കുന്ന ഈ സംഭവം ഈ നാടിനെ ആകെ വാസ്തവത്തിൽ നറുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തായാലും പോലീസ് വളരെ ഗൗരവത്തോടെ അന്വേഷിക്കണം. കൊലപാതകത്തോടൊപ്പം തന്നെ സ്പിരിറ്റ് കേസും അന്വേഷിച്ച് കുറ്റവാളികളെ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരെ നൽകി ആവശ്യപ്പെടുന്നത്. നമ്മുടെ മുന്നൂർപ്പള്ളി പ്രദേശം കുറച്ച് നാളുകളായിട്ട് കഞ്ചാവ് മാഫിയകളുടെയും ഗുണ്ടാസങ്ങളുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. കുറച്ച് അധികം നാളുകൾക്ക് മുമ്പ് ഈ പ്രദേശം ഗുണ്ടാസങ്ങളുടെ കേന്ദ്രമായിരുന്നു. അത് നാട്ടുകാർ ജനകീയമായി ഇടപെടുകയും പോലീസിൻ്റെ സഹായത്തോടെയും അതെല്ലാം അവസാനിപ്പിച്ചതാണ്. വീണ്ടും കഞ്ചാവ് സംഘങ്ങളും
മയക്കുമരുന്ന് മാഫിയകളും ഇവിടെ പിടിമുറുക്കുകയാണ്. അതിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. പോലീസ് വേണ്ട രീതിയിൽ ഇടപെടണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. എന്തായാലും ഉണ്ടാക്കാൻ സംഘങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട്. ഇപ്പോൾ അതൊക്കെ മാറിയതാ. വീണ്ടും ഈ ഏരിയയിൽ തന്നെ താവളം അടിച്ച്, പ്രത്യേകിച്ച് ഏറ്റാമുഖം മുന്നൂർപ്പള്ളി പ്രദേശം കഞ്ചാവിന് വലിക്കാനും പറ്റിയൊരു കേന്ദ്രമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതെന്തായാലും ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ ജനകീയമായി തന്നെ അത് മാറ്റി കൊടുക്കണമെന്നാണ്, ജനങ്ങളുടെ ഭീതി അകറ്റി കൊടുക്കണമെന്നാണ് മെമ്പർ എന്നെനിക്ക് പറയാനുള്ളത്. മെമ്പർ എനിക്ക് കാര്യമായിട്ടില്ല, നേരത്തെ തന്നെ ഇടപെട്ടുള്ളതാണ്. പല പ്രാവശ്യം ഉദ്യോഗസ്ഥർ വന്ന് പ്രതികളെ പിടിക്കുകയും കഞ്ചാവ് കസ്റ്റഡിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്ന് തോന്നുന്നു. എന്തായാലും ശരിയായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കിടക്കുന്നില്ല. എന്തായാലും പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയാനുള്ളത്. ആ വീട്ടിലാണ് കറുകുറ്റി പഞ്ചായത്തിൽ വളരെ നിർഭാഗ്യകരമായ സംഭവത്തിലാണ് ഇന്ന് ഇവിടെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ പ്രദേശത്തെ വാസി എന്ന നിലയ്ക്കും ഒരു പൊതുപ്രവർത്തന നിലയ്ക്കും നമ്മളെ സംബന്ധിച്ച് വളരെയേറെ പ്രതിഷേധമുണ്ട്. ഇത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ അതുപോലെ തന്നെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ കിടങ്കാര്യസ്ഥ പോലത്തെ പ്രാദേശികമായ വിഷയങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല, ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ഗുണ്ടാസംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു തരത്തിലും ഒരു ജനങ്ങളിൽ ഒരു നല്ല അഭിപ്രായം ഈ മരണപ്പെട്ട വ്യക്തിയെപ്പറ്റി പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. ഞാൻ വന്നതിന് ശേഷം പല ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ ഒരു ആളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല കാര്യം പറഞ്ഞിട്ടില്ല. ഒരു കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള ഒരു വാക്ക് തർക്കവും അതുപോലെ തന്നെ അടിപിടിയിൽ കലാശിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇന്നത്തെ മരണം എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം ഒരു പഞ്ചായത്തിൻ്റെ ശനിയുടിച്ചരമായ നിലയ്ക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നിലയ്ക്കും ശക്തമായ പ്രതിഷേധം. ഇന്ന് ഉത്തരവാദികളായ പ്രതികളെ ജനമധ്യത്തിൽ വിചാരണ ചെയ്തുകൊണ്ടും അവർക്ക് വേണ്ടത്ര രീതിയിൽ അവരാവുന്നതിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന തരത്തിലുള്ള നടപടിക്രമം ഉണ്ടാകുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഏതിൻ്റെ മറ്റേ വെള്ളം ഗ്ലാസ് കുടിക്കും.